ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ബേസ് കോൺസെപ്റ്റുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2 ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. സോ തീർച്ചയായിട്ടും ആ 2 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുക. അവിടെ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ആണത്. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബേസ് ക്ലിയർ ആവും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് RRB NTPC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ തീരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ 1-2 ചോദ്യങ്ങളുണ്ട്, അല്ലാതെ ഒരല്പം ആലോചിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയണ്ട, ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങളിലേക്ക് അങ്ങ് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേക്കാം. അത് ഞാൻ ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും അതിൻ്റെ ക്രക്സ് പോയിന്റുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകാം. മക്കളെ, ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സാധനം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇതെന്താണ്, എന്തിനാണ് നമ്മൾ ഈ കോമ്പൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂടി 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 വരിക എന്നുള്ളതാണ്. നമ്മൾ പലിശ 2 തരത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഇൻട്രസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 2 തരത്തിലുള്ള പലിശയുണ്ട്, സാധാരണ പലിശയും അതേപോലെ തന്നെ കൂട്ടുപലിശയും. അപ്പോൾ ഇവിടെ ഈ കൂട്ടുപലിശയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സാധാരണ പലിശ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ വർഷം 100 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടിയതെങ്കിൽ രണ്ടാമത്തെ വർഷവും നിങ്ങൾക്ക് 100 രൂപയായിരിക്കും, മൂന്നാമത്തെ വർഷവും നിങ്ങൾക്ക് 100 രൂപയായിരിക്കും, 4-ാമത്തെ വർഷവും നിങ്ങൾക്ക് 100 രൂപയായിരിക്കും. നിങ്ങൾ എത്ര നാള് ഇൻവെസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എത്ര നാള് നിങ്ങൾ ആ പൈസ അവിടെ കീപ്പ് ചെയ്യുന്നോ അത്രയും നാള് നിങ്ങൾക്ക്, എത്ര വർഷം നിങ്ങൾ കീപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന് ഇതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ഇതിപ്പോൾ നിങ്ങൾ 100-ാമത്തെ വർഷം ചെന്ന് നോക്കിയാലും നിങ്ങൾക്ക് ആ വർഷം കിട്ടുന്ന പലിശ 100 രൂപയായിരിക്കും. അപ്പം ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഈ 4 വർഷം കൊണ്ട് 400 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പം മുതലിൻ്റെ കൂടെ അതോടെ ചേർത്തിട്ട് അതിൻ്റെ പലിശ നിങ്ങൾക്ക് തരത്തില്ല. അതാണ് സാധാരണ പലിശ. എന്നാൽ നമ്മൾ കൂട്ടുപലിശയിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയാം. ഒരു 10,000 രൂപ 10% പലിശയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര? അപ്പം 10,000 രൂപ 10% പലിശ വെച്ച് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര എന്ന് ചോദിച്ചാൽ, നമ്മൾ അവിടുത്തെ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ വർഷം എന്ന് പറയുമ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമായിരിക്കും. ഈ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ആണ്, പലിശയുടെ പലിശയാണ്. മക്കളെ, പലിശയ്ക്ക് പലിശ കിട്ടണമെങ്കിൽ പലിശ 1 വർഷം കിടക്കണം. നിങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക് ബാങ്കിൽ കൊണ്ട് കാശ് ഇട്ടാൽ 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്കും പലിശ തരത്തില്ല. അടുത്ത വർഷം അതേ ദിവസം ആവണം, 1 വർഷത്തിലാണ് നിങ്ങൾക്ക് പലിശ തരിക. അപ്പോൾ ഇന്ന് നിങ്ങൾ കാശ് കൊണ്ടിട്ടാൽ പലിശ കിട്ടാനായിട്ട് 1 വർഷം എടുത്തു. ഓക്കെ, 2024 നിങ്ങൾ കൊണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. 2025 നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ പലിശയുടെ പലിശ, ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഇൻട്രസ്റ്റ്, ഇവിടെ കിട്ടിയ ഇൻട്രസ്റ്റ് 2025 പലിശ 1 വർഷം കൂടെ അവിടെ കിടക്കണം. എന്ന് പറഞ്ഞാൽ 2026 മുതലേ നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ പലിശയുടെ പലിശ കിട്ടുന്നത് 1 വർഷം കൊണ്ടല്ല, 2 വർഷം കൊണ്ടാണ്. അപ്പോൾ പലിശയുടെ പലിശ അല്ലെങ്കിൽ കൂട്ടുപലിശ കിട്ടുന്നത് ഫ്രം ദ സെക്കൻഡ് ഇയർ ഇറ്റ് സെൽഫ്. 2-ാമത്തെ വർഷം മുതലേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? കൂട്ടുപലിശ കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ 2 വർഷത്തെ ആദ്യത്തെ വർഷം 1 വർഷം കൊണ്ട് കിട്ടുന്ന ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റും ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ വർഷം നമുക്ക് കിട്ടുന്ന പലിശ എത്രയാണ്? 10,000-ന്റെ 10%. സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെ 1000 രൂപ കിട്ടും. ഇനി 2-ാമത്തെ വർഷം സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന എന്തായിരിക്കും? സെക്കൻഡ് ഇയറിൽ മുതലിൻ്റെ പലിശ, അതായത് 2026 2024 1 വർഷം കഴിഞ്ഞ് 2025 1000 കിട്ടി. 2026 മുതലിൻ്റെ പലിശ അല്ലെ, മുതലിൻ്റെ പലിശ എന്തായാലും കിട്ടും, 1000 രൂപ കിട്ടും. പിന്നെ എന്തൂടെ കിട്ടും? പലിശയുടെ പലിശയും കൂടെ കിട്ടും അല്ലെ. പലിശയുടെ പലിശ എത്ര? 1000. ഈ ഞാൻ ഈ റെഡ് കൊണ്ട് റൗണ്ട് ചെയ്യുന്ന ഈ 1000-ന്റെ 10%, 1000-ന്റെ 10% എത്ര? 100 കൂടെ കിട്ടും. അപ്പം ആകെ എത്രയായി? 1000 2000 2000
പിന്നെ ഈ 100 കൂടെ കൂട്ടുമ്പോൾ ആകെ നമുക്ക് എത്ര പലിശ കിട്ടി? 2100 രൂപ പലിശ കിട്ടി. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 2 വർഷം കൊണ്ട് 2000 രൂപയെ കിട്ടത്തുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പലിശയും കൂടെ കിട്ടുന്നത് കൊണ്ട് 100 രൂപ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് എല്ലാ ചോദ്യങ്ങളിലും ഇങ്ങനെ ചെയ്തു പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇതേപോലെ ഇപ്പോൾ 2 വർഷം 3 വർഷം വേണമെങ്കിൽ എഴുതാം. ഓരോ വർഷത്തിൻ്റെ ഇങ്ങനെ എഴുതി തൊട്ട് മുമ്പത്തെ വർഷത്തെ മുതലും പലിശ അതിൻ്റെ ഇങ്ങനെ കൂട്ടി എഴുതി നമുക്ക് പോകാം. പക്ഷെ അതൊരു സുഖമുള്ള പരിപാടിയല്ല, നമുക്ക് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതി ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഈ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ചാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ചോദ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം 1 1 ഇനി ഇവിടെയും ഈ 1 1 ഇടുക. ഈ നടുക്കത്തെ ഈ 2 1 കൂടെ കൂട്ടി നടുക്ക് എഴുതുക. വീണ്ടും 1 1 ഈ 2 1 കൂടെ കൂട്ടി 3, ഈ 2 1 കൂടെ കൂട്ടി 3, വീണ്ടും 1 1 3 1 കൂടെ കൂട്ടി 4, 3 3 6, 3 1 4. ഇനി നോക്കിക്കേ, ഇതിനെ നമ്മളൊരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ നമുക്ക്, എൻ്റെ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ട്രയാങ്കിൾ പോലെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്കൽസ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പം ഇവിടെ ഫസ്റ്റ് ഒരു വർഷത്തെ, ഇപ്പം നമുക്ക് ഓരോരോ വർഷങ്ങളായിട്ട് ഇതിനെ എടുക്കാം. അപ്പം ഇത് ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, തേർഡ് ഇയറിൽ 3 വർഷങ്ങൾ, സെക്കൻഡ് ഇയർ എന്നല്ല 2 വർഷം എന്ന് പറയാം കേട്ടോ, സെക്കൻഡ് ഇയർ എന്ന് പറയണ്ട, 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ 3 വർഷത്തേത്, 4 വർഷത്തെ. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ, 10,000 രൂപ 10% പലിശ 2 വർഷത്തേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ 2 വർഷമാണ്. 2 വർഷത്തിൻ്റെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്ര? 1 2 1 1 2 1 ഇങ്ങനെ വേണം എഴുതാനായിട്ട്. അങ്ങനെ എഴുതിയിട്ട് 1ൻ്റെ താഴെ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്ത് എഴുതുക. എത്ര? 10,000. എന്നിട്ട് ആ 10,000ൻ്റെ റേറ്റ് പെർസെൻറ്റേജ് എത്ര? 10%. അത് കണ്ടുപിടിച്ച് 2ൻ്റെ താഴെ എഴുതുക. 10,000ൻ്റെ 10% എത്ര മക്കളെ? 1000 രൂപ. 1000ൻ്റെയും 10% കണ്ടുപിടിച്ച് അടുത്ത 1ൻ്റെ താഴെ എഴുതുക. എത്രയാണ്? 100. ഓക്കെ, ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10,000 × 1 10,000, 1000 × 2 2000, 100 × 1 100. ഓക്കെ, ഇനി നമുക്ക് ഈ പാസ്കൽസ് ട്രയാങ്കിളിൽ നിന്ന് 4 കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന്, പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, മുതലും പലിശയും കൂടെ എത്ര, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. അതായത് 10,000 പ്ലസ് 2000 പ്ലസ് 100. അപ്പോൾ ആദ്യം നമ്മൾ 1 to 1 എഴുതി, പ്രിൻസിപ്പൽ എമൗണ്ട് അതിൻ്റെ 10%, അതിൻ്റെ 10%. പിന്നെ നമ്മൾ ഇതിനെ തമ്മിൽ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ താഴോട്ട് എഴുതി, എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 12,100 മുതലും പലിശയും കൂടെ. ഇനി അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ കാര്യമാണ് എന്ത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ ആദ്യത്തെ വാല്യൂ ഒഴിവാക്കി ബാക്കി എല്ലാം കൂടി എടുക്കണം. ആദ്യത്തെ വാല്യൂ ഒഴിവാക്കാൻ പറഞ്ഞാൽ എന്ത് എടുക്കുക? 10,000 എടുക്കരുത്. 2000 പ്ലസ് 100 എത്ര കിട്ടും? 2100. ഇനി മൂന്നാമത്തെ കാര്യം സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ടാമത്തെ വാല്യൂ മാത്രം എടുക്കുക. അതായത് 2000, അതിൻ്റെ കൂടെ ഒന്നും കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോകരുത്. ഇനി നാലാമത്തെ കാര്യം ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 2 വാല്യൂ എടുക്കരുത്, ബാക്കി എല്ലാം കൂടെ കൂട്ടണം. ആദ്യത്തെ 2 വാല്യൂ എടുക്കരുത് എന്ന് പറയുമ്പോൾ ഇവിടെ 10,000 2000 എടുക്കരുത്, ബാക്കി എത്ര ഉള്ളത്? 100. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഈ 4 കാര്യങ്ങൾ നമുക്ക് ഈ പാസ്കൽസ് ട്രയാങ്കിളിലൂടെ മാത്രം കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. ഇത്
കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ ഇതിൻ്റെ ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഞാൻ അവിടെ ചെയ്യുന്നത്. വീണ്ടും ഞാനത് പറയുന്നത് അതോടെ കണ്ടു കഴിയുമ്പോൾ നല്ലൊരു ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വാട്ട് വിൽ ബി ദ പ്രസന്റ് വാല്യൂ ഓഫ് ₹13,230 ഡ്യൂ 2 years hence when the interest is compounded at the rate of 5% per annum? വാട്ട് വിൽ ബി ദ പ്രസന്റ്? ഈ പ്രസന്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ പ്രിൻസിപ്പിൾ എമൗണ്ട് അറിയത്തില്ല. സോ ഞാൻ അതിനെ 100 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, പെർസെൻറ്റേജിൻ്റെ കളിയാണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പൽ എമൗണ്ടിനെ 100 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് 13,230 ആവണം. എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട്. എത്ര ശതമാനം പലിശ പ്രകാരം? 5%. മക്കളെ, പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആയിട്ട് എടുത്തല്ലോ, എടുത്തു. 5% പലിശ കിട്ടുന്നു എന്ന് പറയുമ്പോൾ മുതൽ 100%, പലിശ 5%. മുതലും പലിശയും കൂടെ എത്ര ആവും? 105% ആവും. അപ്പോൾ 1 വർഷം കഴിഞ്ഞു. വീണ്ടും അടുത്ത വർഷം എന്ത് കിട്ടും? മുതലും പലിശയും കൂടി 105%. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ? മുതലിനും പലിശ കിട്ടും, പലിശയ്ക്കും പലിശ കിട്ടും. അങ്ങനെ കിട്ടിയതാണ് ഈ 13,230 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കി എങ്ങനെ എഴുതാം? 100 × 21/20 × 21/20 ഈസ് ഈക്വൽ ടു 13,230. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 20 5 പ്രാവശ്യം, 5 4 പ്രാവശ്യം. സോ 21 × 21 എന്ന് പറയുമ്പോൾ 441/4 എന്ന് പറയുന്നതാണ് 13,230. അപ്പം 1 എത്രയെന്ന് ചോദിച്ചാൽ ഇതിനെ 13,230 ഇതുകൊണ്ട് ഹരിക്കണം. അപ്പോൾ 13,230 ഹരിക്കുക എന്ന് പറയുമ്പോൾ ഭിന്നസംഖ്യ ഹരിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക. എത്ര കിട്ടും നമുക്ക്? 4 / 441. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 30 × 120 എന്ന് കിട്ടും. സോ 1ന്റെ വാല്യൂ 120 എന്ന് കിട്ടി. 1ന്റെ വാല്യൂ 120 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട 1 ആണോ? അല്ല, പ്രിൻസിപ്പൽ എമൗണ്ട് 100 കണ്ടുപിടിക്കേണ്ടത്. 100 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 120 × 100 എത്ര കിട്ടും? 120ന്റെ അപ്പുറത്ത് 2 0 12,000. ഓപ്ഷനിലുണ്ടോ? തീർച്ചയായും. ശരിയാണോ? ശരിയാണോ? യെസ്, ശരിയാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. സോ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഇയർലി ഓൺ എ സർട്ടൺ സം ഫോർ 1 year അറ്റ് 16% per annum. ഓക്കെ, സോ അവിടെ നമുക്ക് സം അറിയത്തില്ല. സോ ലെറ്റ് ദ സം ബി 100. 16% 1 വർഷത്തേക്ക്. ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇയർലി ഉണ്ട്, ഹാഫ് ഇയർലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ഡെയിലി ഉണ്ട്. അങ്ങനെയൊക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ഈ ഹാഫ് ഇയർലി കോമ്പൗണ്ട്, സാധാരണ ഇതിപ്പോൾ ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ 1 വർഷം 16% 16% per annum 1 വർഷം കിട്ടും. ഇത് ഹാഫ് ഇയർലി ആകുമ്പോൾ എന്താ സംഭവിക്കുക? പ്രിൻസിപ്പൽ എമൗണ്ട് 100 തന്നെ. 1 വർഷമാണ് 16 കിട്ടുന്നത്, പക്ഷേ 2 പ്രാവശ്യമായിട്ട് തരും. അപ്പം ഓരോ ഹാഫ് ഇയറിലും 8% വെച്ച്. അപ്പോൾ 1 വർഷത്തിൽ എത്ര പ്രാവശ്യം കിട്ടും? 2 times. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. ഹാഫ് ഇയർലി എന്ന് കേട്ടാൽ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റേറ്റ് പെർസെൻറ്റേജ് 8%, നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയായി? 2 times ആയി. ഓക്കെ, പിന്നെ എന്താണ്? സോ 100% 8% 2 times. അപ്പം ഇവിടുത്തെ വ്യത്യാസം 1 വർഷം 16% കിട്ടുമെന്ന് പറയുമ്പോൾ 16% തന്നെ ആദ്യത്തെ വർഷം. ഓക്കെ, ഇനി ഇവിടെ എത്രയായിരിക്കും? നമ്മൾ രണ്ട് പ്രാവശ്യം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ എടുക്കുന്നു. 1 2 1. 1ന്റെ താഴെ 100. 8% എന്ന് പറയുമ്പോൾ 8 ഇവിടെ എഴുതി. 100ന്റെ 8%. ഇനി 8ന്റെ 8%. 8ന്റെ 8% എത്ര? 0.64. ഓക്കെ, ഇവിടെ 100 കിട്ടുന്നു. ഇവിടെ 8 × 2 16. ഇവിടെ 0.64 × 1 എന്ന് പറയുമ്പോൾ 0.64 കിട്ടുന്നു. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എത്ര കിട്ടും മൊത്തം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ വാല്യൂ ഒഴിവാക്കി ബാക്കി എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 16.64. സോ നോക്കിക്കേ, ഹാഫ് ഇയർലി ആയപ്പോൾ 16.64ഉം ഇയർലി ആയപ്പോൾ 16. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. എത്ര കിട്ടും നമുക്ക്? ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 0.64. 16ഉം 16.64 തമ്മിലുള്ള വ്യത്യാസം. അത് ശരിക്കും എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്?
136 രൂപയാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 136. ഓക്കെ, അപ്പം 1-ന്റെ വില എത്ര? 136 ഡിവൈഡഡ് ബൈ 0.64. ഇത് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 212.5 എന്ന് കിട്ടും. ഓക്കെ, സോ 1 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 212.5 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തോ കണ്ടുപിടിക്കണ്ടേ? സം അല്ലേ, പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ, നമ്മളതിനെ 100 ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്, സമ്മിനെ അല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ 100 എന്ന് പറയുമ്പോൾ എത്ര? 1 212.5 ആണെങ്കിൽ 212 എല്ലാം പോയി. 1 212.5 ആണെങ്കിൽ 100 എന്ന് പറയുമ്പോൾ ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 21,250. ഓപ്ഷനിലുണ്ടോ 21,250? യെസ്, ഓപ്ഷൻ ഡി ശരിയാണോ? തീർച്ചയായും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്കത് ചെയ്യാം. ഒന്നുമില്ല, ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. സോ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക എന്ന് മാത്രം ഓർത്താൽ മതി. അടുത്ത എന്താണ്? മുകേഷ് ടുക്ക് സം ലോൺ ഫ്രം എ ബാങ്ക് അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum കോമ്പൗണ്ടഡ് ആനുവലി. അവിടെ പറഞ്ഞിട്ടുണ്ട് ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇഫ് ഹി ക്ലിയർഡ് ഹിസ് ലോൺ ബൈ പേയിങ് 7,05,600 അറ്റ് ദി എൻഡ് ഓഫ് 2 years, then what was the amount of loan? അതായത് ഇയാൾ എടുത്ത ലോണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 100 ആണെന്ന് വിചാരിക്കുക. ഇയാൾക്ക് ഓരോ വർഷം 5% പലിശ കൊടുക്കണം. അപ്പോൾ 105% ഒരു വർഷം കഴിയുമ്പോൾ ആ കിട്ടിയ ഉത്തരത്തിൻ്റെ 100. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ, നമ്മൾ മുമ്പ് ഒരു ആദ്യത്തെ ചോദ്യം അതുപോലത്തെ ആയിരുന്നു, അതേപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഈക്വൽ ടു 7,05,600. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 ഇൻറ്റു 21/20 ഇൻറ്റു 21/20 ഈസ് ഈക്വൽ ടു 705,600. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് 20 5 5 4, സോ 441/4 ഈസ് ഈക്വൽ ടു 705,600. സോ 1-ന്റെ വില എന്ന് പറയുമ്പോൾ ഇതിനെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഹരിക്കുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കും. അപ്പം 705,600 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 441. അപ്പോൾ നമുക്ക് 1,600 വരും. 1,600 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 6,400 എന്ന് കിട്ടും. സോ നമുക്ക് 1-ന്റെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ 6,400 കിട്ടി. സോ പ്രിൻസിപ്പിളാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രിൻസിപ്പിൾ നമ്മൾ 100 ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ 100 എന്ന് പറയുമ്പോൾ 6,400 ഇൻറ്റു 100. 6,400 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 6,40,000 എന്ന് കിട്ടും. 6,40,000. ഓപ്ഷനിലുണ്ടോ? തീർച്ചയായും. സോ 6,40,000 ശരിയാണോ? യെസ്, 6,40,000. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 62,500 ഫോർ 2 years അറ്റ് 8% per annum? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 62,500 രൂപയ്ക്ക് 8% പലിശ വെച്ച് 2 വർഷത്തേക്ക് നമ്മൾ നേരിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ 2 വർഷമാണ്. സോ 1 2 1 പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ 1-ന്റെ താഴെ 62,500. 62,500-ന്റെ 8% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,000 എന്ന് കിട്ടും. കാരണം എളുപ്പമാണ്. 1% എന്ന് പറയുമ്പോൾ 625 ആണ്. പിന്നെ അതിൻ്റെ ഇൻറ്റു 8. അപ്പോൾ നമുക്ക് 6.25-ന്റെ ഇരട്ടിയാണ് 12.5. 12.25-ന്റെ ഇരട്ടിയാണ് 50. 50-യുടെ ഇരട്ടിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഇതിലേക്ക് എത്തായത് 8% എന്ന് പറയുമ്പോൾ നമ്മൾ 5,000 എന്ന് കിട്ടി. ഇനി 5,000-ന്റെ 8% എത്ര കിട്ടും? നമുക്ക് 400 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ട, നേരെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 5,000 ഇൻറ്റു 2 10,000, 400 ഇൻറ്റു 1 400. അപ്പം ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് 400 എത്ര കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാല്യൂ ഒഴിവാക്കി, ആദ്യത്തെ ഇവിടെ വരുന്ന വാല്യൂ ഒഴിവാക്കി ബാക്കി എല്ലാം കൂടി എടുക്കുക. സോ 10,000 പ്ലസ് 400 എത്ര കിട്ടും? നമുക്ക് 10,400 10,400 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. യെസ്. സോ ആൻസർ നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 5-ാമത്തെ ചോദ്യം. രജനി borrowed an amount of 11,550 at an interest rate of 10% per annum compounded annually. She repaid the entire amount with interest in 2 equal installments. The installments being paid at the end of first and second years from the date of borrowing. What is the value of each installment if the interest is compounded on reducing balance? Okay.
അപ്പോൾ നമുക്ക് നോക്കണം, ഈ രജനിയുടെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റും നമുക്കറിയത്തില്ല. സോ ഞാൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓർ വൈ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം, എക്സ് ഓർ വൈ. ഇനി രജനി ടോട്ടൽ അടയ്ക്കേണ്ടി വരുന്നത് എത്രയായിരിക്കും, ടോട്ടൽ റീപേ ചെയ്യേണ്ടി വരുന്നത് എത്രയായിരിക്കും, ടോട്ടൽ റീപേയബിൾ എമൗണ്ട് എത്രയായിരിക്കും? 11,550 അല്ലേ? 11,550 ആണ് ലോൺ എടുത്തത്. അപ്പം പലിശ 10%. സോ ഇൻറ്റു 110/100 ഇൻറ്റു 110/100 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം 11,550 ഇൻറ്റു 121% അല്ലേ? വേണമെങ്കിൽ നമുക്ക് 1.21 എന്ന് പറയാം. അപ്പം വേണമെങ്കിൽ അങ്ങനെയും കൂടെ എഴുതിയേക്കാം. ഇനി അത് എഴുതിയില്ല എന്ന് വേണ്ട, കുറച്ചുകൂടെ അപ്പോൾ സിമ്പിളാവും. 11,550 ഇൻറ്റു 121/100 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1.21 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 1.21 എന്ന് എഴുതി. ഇനി എന്താണ്, അപ്പം ഇത് 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഈ എമൗണ്ട്, അതായത് ഈ എമൗണ്ട് 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 11,550 ഇൻറ്റു 1.21 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അതിനും പലിശയുണ്ട്. സോ 110 പ്ലസ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ആദ്യം ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു, പിന്നെ വരുന്ന അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിനും അതിൻ്റെ പലിശ അടക്കം അടക്കണ്ടേ? അപ്പം ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും, 11,550 ഇൻറ്റു 1.21 ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് 1.1x എന്ന് എഴുതാമല്ലോ, പ്ലസ് എക്സ്. സോ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 13,975.5 ഈസ് ഈക്വൽ ടു 1.1ഉം എക്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2.1x എന്ന് കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു 13,975.5 ഡിവൈഡഡ് ബൈ 2.1. സോ അവിടെ നമുക്ക് എത്ര കിട്ടും, ആൻസർ എത്ര കിട്ടും, ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 2.1 എന്ന് പറയുമ്പോൾ 6655 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 6,655 ഓപ്ഷനിലുണ്ടോ? തീർച്ചയായും. സോ ഓപ്ഷൻ ബി, യെസ്, 6,655 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years at 4% per annum കോമ്പൗണ്ടഡ് ഇയർലി ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 4% വെച്ച് 2 വർഷം. സോ 100 രൂപ 4% വെച്ച് 2 വർഷം. അപ്പം ഈസി ആയിട്ട് നമുക്ക് എത്ര കിട്ടും, 8 എന്ന് കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ 1 2 1, 1ൻ്റെ താഴെ 100, 4%, 4ൻ്റെ 4%, 0.16 അല്ലേ? അപ്പോൾ എത്ര കിട്ടും, 8. ഇവിടെ എത്ര കിട്ടും, 0.16. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടി, 8.16 കിട്ടി. ഓക്കെ, സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 8.16. സോ റേഷ്യോ ആക്കാൻ വേണ്ടി 800:816 എന്ന് എഴുതാമല്ലോ. രണ്ടിനെയും നമുക്ക് 16 കൊണ്ട് ഹരിക്കാം. 16×5 = 80. അപ്പം 50 പ്രാവശ്യം ആകുമ്പോൾ 800. പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം കൂടുതലല്ലേ ഉള്ളൂ. സോ 51. സോ 50:51 ഓപ്ഷനിലുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. യെസ്, 50:51, 50:51. അടുത്ത ചോദ്യം എന്താണ്, എ സം ഓഫ് 10,000. ഈ പൂജ്യം കൂടെ കയറ്റി എഴുതരുത് കേട്ടോ. ഇത് പോയിന്റ് ഇട്ടിട്ട് 2 പൂജ്യം കൊടുത്തേക്കുക നമ്മളെ സംശയം, നമുക്ക് ഓരോ പണി തരാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇത് 10 ലക്ഷം എന്ന് എഴുതി വെക്കരുത്. ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുമുണ്ട് 10,000 എന്ന്. ചിലപ്പോൾ അങ്ങനെ തരത്തില്ല, പോയിന്റ് ഇട്ട് 2 പൂജ്യം തരും. അങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. എങ്ങനെ നമുക്കിട്ട് ആപ്പ് വെക്കാമെന്ന് പറഞ്ഞ് നോക്കി നടക്കുമാർ, ശ്രദ്ധിച്ചോണം. എ സം ഓഫ്
10,000 is invested at the rate of interest of 8% per annum compounded half yearly. What will be the maturity amount in 1.5? Half yearly യുടെ കാര്യം അപ്പോൾ നമ്മൾ ഇവിടെ എന്താ എഴുതണ്ടേ? ആദ്യം എഴുതേണ്ടത് 10,000 രൂപ. എത്ര ശതമാനം? 8% പലിശ 1.5 വർഷത്തേക്ക്. നമ്മൾ എന്ത് ചെയ്യണം? 10,000 രൂപ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കണം. 4%, 1.5 വർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഇരട്ടി 3 പ്രാവശ്യമായിട്ട് എഴുതണം. അപ്പോൾ 3 പ്രാവശ്യത്തിൻ്റെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ ആദ്യം എഴുതണം. എത്ര? 1 3 3 1. 1ൻ്റെ താഴെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 10,000. 10,000ൻ്റെ 4% 400. 400ൻ്റെ 4% 16. 16ൻ്റെ 4% 0.64. എന്ത് ചെയ്യുക? നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 1200 48.64. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? വാട്ട് വിൽ ബി ദ മെച്യൂരിറ്റി എമൗണ്ട്? മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് എല്ലാം കൂടി കൂട്ടണം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 10,000 പ്ലസ് 1200 പ്ലസ് 48 പ്ലസ് 0.64 എത്ര കിട്ടും? 11,248.64. 11,248.64 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ. ശരിയാണോ? തീർച്ചയായും. 11,248.64. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. On a sum of money for 2 years compound interest and simple interest are rupees 550 and 500. Find the rate of interest. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊക്കെ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ഒരു സാധനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ പോലും പറയാതെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ ലോജിക്കും നമ്മുടെ കോമൺ സെൻസും പാസ്കൽസ് ട്രയാങ്കിളും ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് വരുന്ന ഏത് ചോദ്യങ്ങളും ചെയ്യാം. പിന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല. പാസ്കൽസ് ട്രയാങ്കിളിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, എല്ലാ വർഷവും സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കണം. 2, ഈ അര വർഷം 4 വർഷം എന്നൊക്കെ പറയുന്ന ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറ്റത്തില്ല. അവിടെ നമുക്ക് പെർസെൻറ്റേജിന്റെ ബേസിൽ നമ്മൾ ഇപ്പോൾ എന്താണ് ഈ ചോദ്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? എവിടെ ആയിരുന്നു ചോദ്യം? എവിടെ പോയി? ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിക്കാതെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യാം കേട്ടോ. അപ്പം അതിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. സോ ഏത് കാര്യവും നമ്മൾ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിളിലെ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പം ഈ ചോദ്യം വളരെ എളുപ്പമാണ്. ഞാൻ അങ്ങനെ വളരെ എളുപ്പമാണെന്ന് വെറുതെ പറഞ്ഞതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ട് നോക്കിക്കോ. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് സം ഓഫ് മണി ഫോർ 2 years. ഇപ്പം നമ്മൾ 2 yearന്റെ പാസ്കൽസ് ട്രയാങ്കിൾ വരിക 1 2 1. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് എപ്പോഴും 2ാമത്തെ വാല്യൂ ആയിരിക്കത്തില്ലേ മക്കളെ? അതെ, അത് എത്രയാണ്? സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് അപ്പോൾ എത്ര? 500. ഈ 2നെ ഇതുകൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 500 കിട്ടുന്നത്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 250 ആയിരിക്കത്തില്ലേ? വേറെ കളർ എടുക്കാം. 250 ആയിരിക്കത്തില്ലേ? 250 എങ്ങനെ കിട്ടിയേ? കാരണം ഇവിടെ 500 കിട്ടി. ഇതേ നമുക്ക് അറിയത്തുള്ളൂ. 250 നമ്മൾ കണ്ടുപിടിച്ചാൽ എങ്ങനെ? 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 500 കിട്ടേണ്ടത്. അപ്പോൾ എത്ര ആയിരിക്കും? 250 ആയിരിക്കും. ഇനി പറഞ്ഞിട്ടുണ്ട് എന്താണ്? 500 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റും 550 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ആദ്യത്തെ വാല്യൂ ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ്. അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 550 കിട്ടി. ഇവിടെ 500 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരണം? 50. 50 വരണമെങ്കിൽ ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ 50 കിട്ടണമെങ്കിൽ ഇവിടെ എഴുതേണ്ട എന്തായിരിക്കും? 50 ആയിരിക്കും. ഒന്നുകൂടെ പറയാം. ഇവിടെ 500 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കോമ്പൗണ്ട് പാസ്കൽസ് ട്രയാങ്കിളിൽ നമ്മൾ പഠിച്ച കാര്യം എന്തുവാ? സിമ്പിൾ ഇൻട്രസ്റ്റ് 2ാമത്തെ വാല്യൂ ആയിരിക്കും. അപ്പോൾ 2ാമത്തെ വാല്യൂ ആണ് എത്ര? 500. അതെന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 500 കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര എഴുതി? നമ്മൾ 250 എഴുതി. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 550 ആണെന്ന്. ഈ 550 എങ്ങനെയാണ് കിട്ടുന്നത്? 500ഉം 50 കൂടെ കൂട്ടുമ്പോഴാണ്. കാരണം ആദ്യത്തെ വാല്യൂ ഒഴിവാക്കി ബാക്കി 2 കൂടെ കൂട്ടുമ്പോഴല്ലേ 550 കിട്ടണ്ടേ? അതെ. അപ്പോൾ ഇവിടെ 550 കിട്ടി. 500 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വേണം? 50 വേണം അല്ലേ? അപ്പോൾ 50ഉം കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 550 കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ 50 കിട്ടി. ഒന്നുകൊണ്ട് ഗുണിച്ചപ്പോഴാണല്ലോ വന്നേക്കുന്നത്. അതെ, ഒന്നുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നത് 50 ആണെന്ന് മനസ്സിലായി. ഇനി ഇങ്ങോട്ട് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 250 എത്രയാണോ അതിന്റെ എത്ര ശതമാനം കണ്ടുപിടിച്ച് ടാഡിലെ ഇങ്ങോട്ട് എഴുതുന്നത്. നമ്മൾ ഇവിടെ ഇപ്പം പാസ്കൽസ് ട്രയാങ്കിൾ 1 2 1
10% 100, 100ന്റെ 10% 10, 10ന്റെ 10% 1, അങ്ങനെയല്ലേ എഴുതുന്നത്. അപ്പോൾ 250ന്റെ എത്ര ശതമാനമാണ് 50 എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. കാരണം ഇവിടെ ഒരു എമൗണ്ട്, ആ എമൗണ്ടിന്റെ എത്രയോ ശതമാനം കണ്ടുപിടിച്ചിട്ട് ഇത് എഴുതുന്നു. ഇവിടെ കിട്ടുന്ന എമൗണ്ടിന്റെ അത്രയും ശതമാനം കണ്ടുപിടിച്ചല്ലേ ഇവിടെ എഴുതുന്നത്. അതെ, അപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? റേറ്റ് പെർസെൻറ്റേജ് 250ന്റെ എത്രയോ ശതമാനം കണ്ടുപിടിച്ചാണ് 50 എഴുതിയിരിക്കുന്നത്. അപ്പം 250ൽ 50 എത്ര ശതമാനം അല്ലേ? അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 20%. സോ റേറ്റ് പെർസെൻറ്റേജ് എത്ര മക്കളെ? 20%. ശരിയാണോ? തീർച്ചയായും യെസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് വാല്യൂ ഇൻ ലാക്ക് ഓഫ് ആൻ ഇൻകം ഓഫ് 2.1 lakh ടു റിസീവ്ഡ് ആഫ്റ്റർ 2 years അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ ആനം. ഇത് നമുക്ക് അപ്രോക്സിമേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 100 രൂപയാണെന്ന് വിചാരിക്കുക. 5% എന്ന് പറയുമ്പോൾ 105/100 വരും. അപ്പോൾ നമ്മൾ 21/20 നമ്മൾ നേരത്തെ ചെയ്ത അതേ വാല്യൂ തന്നെയാണ്. സോ 21/20 എന്ന് എഴുതുക. അന്നേരം നമുക്ക് എത്ര കിട്ടുന്നു? 2.1 lakh എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 210 എന്ന് എഴുതുന്നു. 2.1 എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഒരു 210 എന്ന് എഴുതി. ഓക്കെ, കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണേൽ 2100 എഴുതാം, എത്ര വേണേൽ എഴുതാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 441 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 210. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ 441-നേക്കാളും നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഏതാ? 441-നേക്കാളും കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ എഴുതുന്നല്ലേ എളുപ്പം, 21 × 21 എന്ന്. കാരണം ഇവിടെ വെച്ച് കട്ട് ചെയ്തു പോയല്ലോ. ഓക്കെ, സോ 1 എന്ന് പറയുമ്പോൾ 210 × 4 ഡിവൈഡഡ് ബൈ 21 × 21. അപ്പോൾ ഈ 20 ഇത് കട്ട് ചെയ്ത് ഒരു 10 കിട്ടും. സോ 40/21. 40/21 ആണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 1 എന്ന് പറയുന്നത് 40/21 ആണ്. 100 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 40/21 × 100 എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 അല്ലെങ്കിൽ 190.45 എന്നൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ 2.1 lakh ആണ്. 2.1 lakh എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത്രയും കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1.9045 എന്ന് കിട്ടും. അതായത് അപ്രോക്സിമേറ്റ്ലി അവർ പറഞ്ഞേക്കുന്ന 1.905 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് നേരത്തെ നമ്മൾ ചെയ്ത അതേ ചോദ്യം. അതായത് 2.1 ഇപ്പോൾ ആയി. എത്ര ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 2.1 lakh ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ 100 എടുക്കുക ഇൻവെസ്റ്റ് ചെയ്തതിന് 5% വെച്ച് 2 പ്രാവശ്യം കൂടി വന്നതാണ് ഈ 2.1 എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെ. ഇതിപ്പോൾ ലക്ഷം നേരിട്ട് തരാതെ 0.1 ഒക്കെ ഇട്ട് തന്നിരിക്കുന്നതേ ഉള്ളൂ. 10ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 10ാമത്തെ ചോദ്യം എന്താണ്? 30,000 ഈസ് ലെൻഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ 3 years, ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% ഫോർ ദ ഫസ്റ്റ് ഇയർ, 20% for the second year and 30% for the third year, then what will be the total compound interest എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഓരോ വർഷവും ഓരോ റേറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 10%, സെക്കൻഡ് ഇയറിൽ 20%, തേർഡ് ഇയറിൽ 30%. ഇങ്ങനെ 3 വർഷവും ഓരോ റേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പാസ്കൽ സ്റ്റാങ്കിലൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 30,000 ആദ്യത്തെ വർഷം 10% എന്ന് പറയുമ്പോൾ 110%. അടുത്ത വർഷം 20%, സോ 120%. അടുത്ത വർഷം 30%, 130%. ഓക്കെ, സോ 0 എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുക. പിന്നെ 1, 2, 3, 0, 1, 2, 3, 0. സോ 30 × 11 × 12 × 13. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 51,480 എന്ന് കിട്ടും. സോ മുതലും പലിശയും കൂടി 30,000 ഇൻവെസ്റ്റ് ചെയ്താൽ മുതലും പലിശയും കൂടി എത്രയായി? 51,480 ആയി. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 51,480 മുതലും പലിശയും കൂടി, അതിനകത്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? പലിശയായിട്ടുള്ള 30,000 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 21,480 രൂപ എന്ന് ആൻസർ കിട്ടും. സോ 21,480 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളുടെ താങ്ക് യു ഫേസിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ 10 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഈ 10 ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു പ്രാധാന്യം ഈ ചോദ്യങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾ ചെയ്തു നോക്കുക. അതേപോലെ ധാരാളം ചോദ്യങ്ങൾ സ്വന്തമായി കണ്ടെത്തി ചെയ്യുകയും ചെയ്യുക. ഇനി RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് പറ്റും. ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ടുകൾ, അങ്ങനെ ധാരാളം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽ പ്ലാറ്റ്ഫോമാണത്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
കോഴ്സിന്റെ ഭാഗമായില്ലെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ധാരാളം ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാംസ്, പ്രാക്ടീസ് ടെസ്റ്റുകൾ എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.